തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസിനെതിരെ നടപടി ഉണ്ടാകില്ല എന്ന് ആരോഗ്യവകുപ്പ്. അധ്യാപക സംഘടനയായ KGM-CTAയ്ക്കും ഇക്കാര്യത്തിൽ ഉറപ്പ് നൽകി. നോട്ടീസ് നൽകിയത് സ്വാഭാവിക പ്രക്രിയ മാത്രമാണ് എന്നാണ് മറുപടി. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, നമുക്കറിയാം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, അദ്ദേഹം ചില സത്യാവസ്ഥകൾ പുറത്തു പറഞ്ഞതിന് പിന്നാലെയാണ് അദ്ദേഹത്തിനെതിരെ വിവിധ തരത്തിലുള്ള അന്വേഷണം നടക്കുന്നു, ആരോപണങ്ങൾ എല്ലാം വരുന്നു. പക്ഷേ ഇപ്പോൾ സർക്കാർ പറയുന്നത് അദ്ദേഹത്തിനെതിരെ തൽക്കാലം നടപടിയൊന്നുമില്ല, അത് സാങ്കേതികപരമായ അന്വേഷണം മാത്രമാണ് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നോട്ടീസ് നൽകിയത് എന്നൊക്കെ ആരോഗ്യവകുപ്പ് പറയുന്നു. എന്താണ് ഇക്കാര്യത്തിലുള്ള ഒരു ഒളിച്ചുകളി, ടിൻഡു ദാസ്? ഏറ്റവും അവസാനം ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ വന്ന ആരോപണം എന്ന് പറയുന്നത് ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ കാണാതായ സംഭവത്തിൽ ഹാരിസിന് ഉത്തരവാദിത്തമുണ്ട് എന്ന രീതിയിലായിരുന്നു ആരോഗ്യവകുപ്പിൽ നിന്നും അവസാനമായിട്ട് അദ്ദേഹത്തിനെതിരെ വന്ന ആരോപണം. പ്രധാനമായിട്ട് യൂറോളജി വിഭാഗത്തിലെ 6 പ്രധാനപ്പെട്ട ഡോക്ടർമാരാണുള്ളത്. ഈ ഡോക്ടർമാർക്ക് ശസ്ത്രക്രിയ നടത്തുന്നതിന് വേണ്ടി മോഡ്സിലേറ്റർ എന്ന ആധുനിക സംവിധാനങ്ങൾ, സാങ്കേതിക വിദ്യയോട് കൂടിയിട്ടുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ നൽകുന്നു. ഈ ഉപകരണങ്ങൾ ഉപയോഗിക്കാനായിട്ട് ഹാരിസ് ഡോക്ടറിനും അതോടൊപ്പം തന്നെ ഹാരിസ് ഡോക്ടറിനൊപ്പം ഉണ്ടായിരുന്ന മറ്റ് 5 ഡോക്ടർമാർക്കും അറിയില്ല എന്ന വിവരം ആരോഗ്യവകുപ്പുമായിട്ട് പങ്കുവയ്ക്കുന്നു. അങ്ങനെ ആ ഉപകരണങ്ങൾ മാറ്റിവെച്ചതിന് ശേഷം ശസ്ത്രക്രിയ നടത്തുകയും പിന്നീട് ആ ഉപകരണങ്ങൾ കേടാവുകയും പിന്നീട് അത് നന്നാക്കാനാക്കി കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഈ കാലയളവിലാണ് ഹാരിസ് ഡോക്ടർ ഇത്തരത്തിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ ഉൾപ്പെടെ അഭാവം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്. ആ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഒരുപക്ഷെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഇത്തരം ഗുരുതരമായിട്ടുള്ള സംഭവങ്ങൾ ലോകം അറിയുന്നത്. മാധ്യമങ്ങളിലൂടെ അത് വലിയ രീതിയിലുള്ള ശ്രദ്ധയാകുന്നതും ഹാരിസ് ഡോക്ടറിനെതിരെ വലിയ രീതിയിലുള്ള ഹാരിസ് ഡോക്ടറിനെതിരെയുള്ള നടപടികളായിരുന്നു ആദ്യഘട്ടം മുതൽക്ക് തന്നെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും DMAയും അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനങ്ങളിലൊക്കെ അത് പകൽ പോലെ വ്യക്തമാകുന്ന കാര്യമാണ്. ഇപ്പോൾ അവസാനമായിട്ട് ഈ മണിക്കൂറിൽ പുറത്തു വരുന്ന പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ നടപടി ആരോഗ്യവകുപ്പ് അവസാനിപ്പിക്കുകയാണെന്നാണ്. ആരോഗ്യവകുപ്പും കേരള ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷനും സംയുക്തമായി ചേർന്ന ചർച്ചയിലാണ് ഇത്തരത്തിൽ ഹാരിസ് ഡോക്ടറിനെതിരെയുള്ള നടപടികൾ അവസാനിപ്പിക്കുന്നു എന്നൊരു തീരുമാനത്തിലേക്ക് ആരോഗ്യവകുപ്പ് എത്തുന്നത്. ആ ചർച്ച വലിയ രീതിയിൽ തന്നെ പുരോഗമിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഡോക്ടർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങൾ, ഡോക്ടർ ഈ വിഷയങ്ങൾ പുറത്തു വന്നതിലൂടെ അനുഭവിക്കുന്ന മുകൾ തട്ടിൽ നിന്നുള്ള അധികൃതരുടെ നടപടികൾ, അതോടൊപ്പം തന്നെ അന്വേഷണ വിവരം നൽകൽ, അതോടൊപ്പം തന്നെ ജോലിയിൽ നിന്നും വിട്ടു നിൽക്കൽ, അങ്ങനെ അദ്ദേഹം അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ കൂടി കേരള മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചർച്ചയിലുടനീളം വന്ന ഒരു തീരുമാനമായിരുന്നു ഹാരിസിനെതിരെ നടപടിയില്ല എന്നുള്ളത്. ഇന്ന് അദ്ദേഹം കഴിഞ്ഞ ഒരാഴ്ചകൾക്ക് ശേഷം ഇന്ന് അദ്ദേഹം ജോലിയിൽ പ്രവേശിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ നടപടികൾ അവസാനിപ്പിച്ചുകൊണ്ട് ജോലിയിൽ പ്രവേശിപ്പിക്കുമ്പോൾ അതെന്താണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. അല്പസമയത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ ആരോഗ്യ മേഖലയിലെ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ വീഴ്ച വളരെ ശക്തമായിട്ടും അതോടൊപ്പം തന്നെ വളരെ വ്യക്തതയോടുകൂടിയും തെളിവുകളോടുകൂടി വ്യക്തമാക്കിയ ഒരു വ്യക്തി കൂടിയാണ് ഡോക്ടർ ഹാരിസ് എന്ന് പറയുന്നത്. യൂറോളജി വിഭാഗത്തിലുണ്ടാകുന്ന വീഴ്ചകൾ, ശസ്ത്രക്രിയകൾ മുടങ്ങിയത്, ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ രോഗികൾ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്നത്, പലപ്പോഴും സ്വന്തം കയ്യിൽ നിന്നും പണം കൊടുത്ത് ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വാങ്ങി ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കേണ്ടത്, മുടങ്ങുന്ന ശസ്ത്രക്രിയകൾക്ക് കൂട്ടിരിപ്പുകാരിൽ നിന്നും രോഗികളുടെ ബന്ധുക്കളിൽ നിന്ന് ഏൽക്കേണ്ടി വരുന്ന മാനസിക അസ്വാരസ്യങ്ങൾ, ഇതെല്ലാം ഡോക്ടർ വളരെ വ്യക്തമായ രീതിയിൽ തന്നെ ഇത്തരത്തിൽ ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അവസാനമായിട്ട് ഡോക്ടർ ഉന്നയിച്ച ആരോപണങ്ങൾ ശരി എന്ന് വേണം നമുക്ക് ഒരുപക്ഷെ ഈ ഘട്ടത്തിൽ പറയേണ്ടത്. കൊണ്ട് തന്നെ ഡോക്ടർക്കെതിരെ നടപടികൾ അവസാനിപ്പിക്കുന്നത്. മോഡ്സിലേറ്റർ ഉൾപ്പെടെ കാണാതായി എന്ന് ആരോപിച്ചുകൊണ്ട് ഡോക്ടർക്കെതിരെ നടപടി എടുക്കുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത പുറത്തു വന്നു. അപ്പോൾ എന്തായാലും ആ സംഭവങ്ങളിലൊന്നും ഇപ്പോൾ നടപടിയില്ല. എന്തായാലും ഡോക്ടർക്കെതിരെയുള്ള നടപടികളും അന്വേഷണമൊക്കെ അവസാനിപ്പിക്കുകയാണ്. കാരണം നോട്ടീസ് നൽകിയതെന്ന് പറഞ്ഞാൽ പ്രാഥമികമായിട്ടുള്ളൊരു നടപടി മാത്രമാണ്. കാരണം ഒരു സിസ്റ്റത്തെ പറ്റി ഇത്രയും വലിയ രീതിയിലുള്ള ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നു, അതോടൊപ്പം തന്നെ ഉപകരണങ്ങൾ കാണാതാകുന്നു. അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ യൂറോളജി വിഭാഗത്തിന്റെ മേധാവി എന്നോണം അദ്ദേഹത്തിന് നോട്ടീസ് നൽകിയത് പ്രാഥമിക നടപടി മാത്രമാണ് എന്നാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള. തീർച്ചയായും മോഹൻദാസ് എന്ന പ്രേക്ഷകനും ചോദിക്കുന്നു, എന്ത് തെറ്റാണ് അദ്ദേഹം ചെയ്തത് എന്ന് ചോദിക്കുന്നു. ഡോക്ടർ ഹാരിസ് എന്ത് തെറ്റ് ചെയ്തു എന്ന് കൃത്യമായി പറയാൻ സർക്കാരിന് കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വിശദീകരണം നൽകുന്നത്. അദ്ദേഹത്തിനെതിരെ കടുത്ത നടപടിയൊന്നുമില്ല, ഒരു നോട്ടീസ് നൽകിയെന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻഡു ദാസ്.